മനുഷ്യർക്ക് മേൽ മരണമഴ പെയ്യിച്ച് മതിവരാതെ ഇസ്രയേൽ അവരുടെ കൊന്നൊടുക്കൽ തുടരുകയാണ്. ഫലസ്തീൻ എന്ന കുഞ്ഞു രാജ്യത്തെ അരലക്ഷത്തോളം മനുഷ്യരെ കൊന്നൊടുക്കി കൊതിതീരാത്ത സയനിസ്റ്റ് ഭീകരർ ലെബനാനിന് നേരെയാണ് ഇപ്പോൾ അക്രമം അഴിച്ചുവിടുന്നത്. ലെബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച മാത്രം നടത്തിയ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ 492-ലേറെയായി. ഇതിൽ 35 കുഞ്ഞുങ്ങളാണ്, 58 സ്ത്രീകളും. 1645 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ നിന്ന് 80,000-ലധികം ഫോൺ കോൾ വന്നതായി ലെബനീസ് ടെലികോം ഓപ്പറേറ്റർ ഒഗെറോ മേധാവി ഇമാദ് കിറദിഹ് പറഞ്ഞു. രാജ്യത്ത് ഇപ്പോഴും ഇസ്രയേൽ ബോംബ് വർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ലെബനാൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ബെക്കവാലി, ജിംത് ജിബേൽ, ഐത്തറുൽ, മജ്ദൽ സലീം, ഹുല, തൗറ, ഫിലഹ്ലിഹ്, ഹാരിസ്, നബിച്ചിത്ത്, തറയ്യ, ഇഷ്മിസ്തർ, ഹർബത്ത, ലിബായ, സുഹമർ തുടങ്ങിയ 1000-ഓളം കേന്ദ്രങ്ങളെ ആക്രമിച്ചതായാണ് ഇസ്രയേൽ പറയുന്നത്. മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ അലി കരാക്കിയെ ലക്ഷ്യമിട്ടായിരുന്നു തെക്കൻ ബൈറൂത്തിലെ ഇസ്രായേലിന്റെ ആക്രമണം. എന്നാൽ അലി കരാക്കിയെ അവർക്ക് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. കരാക്കി ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും ഹിസ്ബുള്ള പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഹിസ്ബുള്ള സൈനിക നേതൃനിരയിലെ 3ാമത്തെ വ്യക്തിയാണ് അലി കരാക്കി. ആദ്യ റാങ്കിലുള്ള ഫുആദ് ഷുക്റിനെയും രണ്ടാമനായ ഇബ്രാഹിം ആക്കിലിനെയും ഇസ്രയേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അലി കരാക്കിയെയും കൊലപ്പെടുത്തി എന്നായിരുന്നു ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ഒരു കുടുംബമൊന്നാകെ കൊല്ലപ്പെട്ട വാർത്തയും ലെബനാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. സൈനിക മേധാവിയും ഭാര്യയും മക്കളുമാണ് കൊല്ലപ്പെട്ടത്. ഗസയിൽ നിന്നും ഇത്തരം വാർത്തകൾ തന്നെയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി കുടുംബങ്ങളാണ് ഈ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടത്. ഗസയെ തരിശാക്കിയത് ഹമാസിന്റെ പേര് പറഞ്ഞാണെങ്കിൽ ലെബനാനിൽ കടന്നേറ്റം നടത്തുന്നത് ഹിസ്ബുള്ളയുടെ പേരിലാണ്. കൊല്ലപ്പെടുന്നതോ സാധാരണക്കാരും. 2006 ശേഷം ലെബനാനിന് നേരെ ഉണ്ടായതിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണമാണിത്. സംഭവത്തെ യുദ്ധപ്രഖ്യാപനം എന്ന് വിശേഷിപ്പിച്ചാണ് ഹിസ്ബുള്ളയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം. അതിനിടെ വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാവിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിച്ചതും കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട്. എന്നാൽ കരയാക്രമണം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേലിന് തിരിച്ചടിയായി ഗലീലി, ഹൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്കുൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ഹൈഫക്ക് വടക്കുള്ള റഫേൽ ഇലക്ട്രോണിക്സ് കമ്പനിയിലും നോർത്തേൺ കോപ്സിന്റെ റിസർവ് ആസ്ഥാനത്തും അമിയാദ് ക്യാമ്പിലെ ഗലീലി ഫോർമേഷന്റെ ലോജിസ്റ്റിക്സ് ബേസിലും ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായും അവർ വ്യക്തമാക്കി. ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് രാജ്യത്ത് സെപ്റ്റംബർ 30 വരെ ഒരാഴ്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഹൈഫ അടക്കമുള്ള നഗരങ്ങളിൽ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് സൈറണും മുഴക്കി. യുദ്ധഭീതിയിൽ ആളുകൾ ബങ്കറിലേക്കും മറ്റും ഓടി ഒളിക്കുകയാണ് ഇസ്രായേലിൽ.